നമസ്കാരം. ഇന്ത്യയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കൊടുത്ത സ്ത്രീധനം മതിയാവാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും മാനസിക ശാരീരിക പീഡനങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കും വിധേയരാകുന്ന സ്ത്രീകളുടെ വാർത്തകൾ മാധ്യമങ്ങളിലും മറ്റും ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്തെ വിവിധ കോടതികളിലുള്ള കേസുകൾ പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാവുന്നതാണ്. രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഒരു സ്ത്രീ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്ത്രീധന പീഡനത്തിന് സാമ്പത്തിക അന്തരമില്ലെന്നതാണ് രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ. ഇക്കാര്യം ശരിവെക്കുന്ന വാർത്തകളാണ് ദേശീയ തലത്തിൽ നിന്ന് പുറത്തുവരുന്നത്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് NCP അജിത് വിഭാഗം മുൻ നേതാവിന്റെ മരുമകൾ പൂനെയിൽ ജീവനൊടുക്കി. ഇപ്പോഴിതാ ഈ സംഭവം കൂടുതൽ വിവാദമായി കത്തിപ്പടരുകയാണ്. യുവതിയെ കൊലപ്പെടുത്തിയതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിട്ടുണ്ട്. രാജേന്ദ്ര ഹഗാവാനയുടെ മരുമകൾ വൈഷ്ണവി എന്ന 26-കാരി കഴിഞ്ഞ 16-നാണ് പൂനെയിലെ ബാഗ്ദരിൽ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടുത്ത സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് യുവതിയുടെ മരണമെന്നാണ് റിപ്പോർട്ടുകൾ. കേസിലെ പ്രതികൾക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ കർണാടക മുൻ മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. NCP നേതാവായിരുന്ന രാജേന്ദ്ര ഹഗാവാനെ, മകൻ സുശീൽ എന്നിവർ ഒളിവിലായിരുന്ന സമയത്ത് കൊങ്കോളി ടോൾ പ്ലാസയ്ക്കടുത്ത് റിസോർട്ടിൽ താമസ സൗകര്യം ഒരുക്കിക്കൊടുത്തതിനാണ് കോൺഗ്രസ് നേതാവും കർണാടക മുൻ മന്ത്രിയുമായ വീർ കുമാർ പാട്ടീലിന്റെ മകൾ പ്രീതം പാട്ടീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജേന്ദ്ര ഹഗാവാനെയും സുശീലും പിന്നീട് അറസ്റ്റിലായി. 111 പവൻ സ്വർണവും വെള്ളിയും ഒരു ആഡംബര കാറും നൽകി വിവാഹം നടത്തിയിട്ടും ഭൂമി വാങ്ങാനായി 2 കോടി രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിന്റെ കുടുംബം വൈഷ്ണവിയെ തുടർച്ചയായി പീഡിപ്പിച്ചിരുന്നുവെന്ന് യുവതിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. അവർ നൽകിയ പരാതിയിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ശശാങ്ക്, ഭർത്തൃമാതാവ് ലത ഹഗാവാനെ, ഭർത്തൃ സഹോദരി കരിഷ്മ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ അന്വേഷണം മുറുകവെ കൂടുതൽ വിവാദങ്ങളായ കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. NCP നേതാവിന്റെ മരുമകൾ വൈഷ്ണവിയുടെ ശരീരത്തിൽ മരണസമയത്ത് 30 മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ സമർപ്പിച്ചു. വൈഷ്ണവിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. 15 മുറിവുകൾ മരണത്തിന്റെ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതാണ്. 11 മുറിവുകൾ 8 മുതൽ 7 ദിവസങ്ങൾക്കിടയിലും സംഭവിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മരിക്കുന്നതിന് മുൻപ് യുവതി ക്രൂരമായ പീഡനത്തിന് വിധേയയായിട്ടുണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നതെന്നും ആരോപണമുണ്ട്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും വിവാദമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. അതേസമയം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതും 5 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. തടവ് ശിക്ഷ കൂടാതെ 15,000 രൂപയോ സ്ത്രീധനത്തുകയോ ഏതാണോ കൂടുതൽ ആ സംഖ്യയ്ക്ക് പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും. ഇപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കുറ്റവാളിക്ക് 5 വർഷത്തിൽ കുറവുള്ള ശിക്ഷയാണ് ചുമത്തുന്നതെങ്കിൽ ആയതിനുള്ള കാരണം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. വധൂവരന്മാരുടെ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ രക്ഷിതാക്കളോടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റകരവും 6 മാസത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 10,000 രൂപ പിഴ ഒടുക്കുവാനുമുള്ള ശിക്ഷയ്ക്ക് അർഹനുമായിരിക്കും. ഈ നിയമങ്ങളെല്ലാം ഉണ്ടായിട്ടും സ്ത്രീധന പീഡന കേസുകൾ നമ്മുടെ രാജ്യത്ത് ദിനംപ്രതി വർദ്ധിക്കുകയാണ്.